Dear students, Plus 1 Zoology, Body Fluids and Circulation എന്ന ചാപ്റ്ററിലെ ടോപ്പിക്കുകളുടെ റിവിഷനും മുൻ പരീക്ഷാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ലെസണാണിത്. ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് 3 പ്ലാസ്മ പ്രോട്ടീൻസിനെ കുറിച്ചാണ്. ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ. ഈ 3 പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെയും ഫങ്ഷൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഫൈബ്രിനോജൻ ക്ലോട്ടിംഗ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്, ഗ്ലോബുലിൻ ഡിഫൻസ് മെക്കാനിസം, ആൽബുമിൻ ഓസ്മോട്ടിക് ബാലൻസ്. ഇത് 3 പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ പേരും അതിൻ്റെ ഫങ്ഷൻസും ഓർത്ത് വയ്ക്കുക. ഫൈബ്രിനോജൻ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്, ഗ്ലോബുലിൻ ഡിഫൻസ് മെക്കാനിസം, ആൽബുമിൻ ഓസ്മോട്ടിക് ബാലൻസ്. അതുപോലെ ഈ ഒരു ടേം ഓർമ്മിക്കുക, സീറം. എന്താണ് സീറം? പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ ഈസ് കാൾഡ് സീറം. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്മയിൽ അവശേഷിക്കുന്ന കണ്ടൻറ്റിനെ വിളിക്കുന്ന പേരാണ് സീറം. ഇനി ബ്ലഡ് സെൽസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 3 കാറ്റഗറി ആയിട്ട് ബ്ലഡ് സെൽസിനെ തിരിക്കുന്നുണ്ട്. എറിത്രോസൈറ്റ്സ്, ലൂക്കോസൈറ്റ്സ്, പ്ലേറ്റ്ലെറ്റ്സ്. എറിത്രോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ RBC ആണ്. അത് മോസ്റ്റ് അബണ്ടൻറ്റ് സെൽസാണ്, ബ്ലഡിലുള്ള മോസ്റ്റ് അബണ്ടൻറ്റ് സെൽസാണ്. RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 days ആണ്. RBCക്ക് റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെൻറ്റ് ഹീമോഗ്ലോബിൻ ആണെന്നറിയാം. ഹീമോഗ്ലോബിൻ്റെ അളവ് 12 to 16 gram per 100 ml ആണ്. RBC കൗണ്ടും നമുക്ക് ഓർത്തിരിക്കേണ്ടതാണ്. 5 to 5.5 millions per millimeter cube ആണ്. RBC ഫോം ചെയ്യുന്നത് റെഡ് ബോൺ മാരോയിലാണ്. RBCയുടെ ഷേപ്പ് ബൈകോൺകേവ് ഷേപ്പാണ്. ന്യൂക്ലിയസ് ഇല്ല. റെസ്പിറേറ്ററി ഗ്യാസസിൻ്റെ ട്രാൻസ്പോർട്ടിൽ മേജർ റോൾ വഹിക്കുന്നുണ്ട്. ഇനി ലൂക്കോസൈറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്കും അവയുടെ കൗണ്ട് ഓർത്തിരിക്കേണ്ട ഒരു വാല്യൂ ആണ്. 6000 to 8000 ആണ് ലൂക്കോസൈറ്റ് അല്ലെങ്കിൽ WBCസിൻ്റെ കൗണ്ട്. അപ്പോൾ ലൂക്കോസൈറ്റ്സിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ 2 ടൈപ്പ് ലൂക്കോസൈറ്റ്സ് ഉണ്ട്. ഗ്രാനുലോസൈറ്റ്സ് എന്നും എഗ്രാനുലോസൈറ്റ്സ് എന്നും. അതിൽ ഇസ്നോഫില്, ബേസോഫില്, ന്യൂട്രോഫില്, ഈ 3 WBCസും ഗ്രാനുലോസൈറ്റ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. മോണോസൈറ്റും ലിംഫോസൈറ്റും. ലിംഫോസൈറ്റിൻ്റെ 2 ടൈപ്പ് ഉണ്ട്. T ലിംഫോസൈറ്റും ഉണ്ട്, B ലിംഫോസൈറ്റും ഉണ്ട്. ഇത് രണ്ടും എ ഗ്രാനുലോസൈറ്റ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ചിലപ്പോൾ പിക്ചർ തന്നിട്ട് നിങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാം. ഇസ്നോഫില്, ബേസോഫില്, ന്യൂട്രോഫില്. അതുപോലെ തന്നെ ലിംഫോസൈറ്റ്, മോണോസൈറ്റൊക്കെ പിക്ചർ ഐഡൻറ്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് പിക്ചർ നന്നായിട്ടൊന്ന് നോക്കി വയ്ക്കുക. ഇനി ഈ ഒരു കാറ്റഗറി ഇത് ചിലപ്പോൾ ഈ രീതിയിൽ തന്നെ ഒരു കാറ്റഗറൈസ് ചെയ്യാൻ നിങ്ങളോട് ചിലപ്പോൾ ആവശ്യപ്പെടാം. ഏതൊക്കെയാണ് എഗ്രാനുലോസൈറ്റ്സ്? ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സും എഗ്രാനുലോസൈറ്റ്സ് ആണ്. ഗ്രാനുലോസൈറ്റ്സ് ന്യൂട്രോഫില്, ഇസ്നോഫില്, ബേസോഫില്. ഇത് 3 ഗ്രാനുലോസൈറ്റ്സ് ആണ്. അപ്പോൾ ആ ഒരു കാറ്റഗറൈസേഷൻ ഓർത്ത് വയ്ക്കുക. ഇനി ഈ ഓരോ സെല്ലിൻ്റെയും പെർസെൻറ്റേജും അതിൻ്റെ ഫങ്ഷൻസും ഈ ഒരു ചാർട്ട് നന്നായിട്ടൊന്ന് നോക്കി വയ്ക്കുക. ന്യൂട്രോഫിൽസ് ആണ് മോസ്റ്റ് അബണ്ടൻറ്റ് WBC. ഏറ്റവും കൂടുതലുള്ള WBC ന്യൂട്രോഫിലാണ്. 60 to 65% ആണ്. അത് കഴിഞ്ഞാൽ 2ാം സ്ഥാനം വരുന്നത് ലിംഫോസൈറ്റ് ആണ്. 20 to 25% ആണ്. പിന്നെ അടുത്ത് മോണോസൈറ്റ് 6 to 8%, ബേസോഫിൽസ് 0.5 to 1%, ഇസ്നോഫിൽസ് 2 to 3%. അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് ചിലപ്പോൾ മാച്ചിങ് ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഫങ്ഷൻസും. ഇതിൽ ന്യൂട്രോഫിൽസും അതുപോലെ തന്നെ മോണോസൈറ്റ്സും ഈ 2 സെല്ലും ഫാഗോസൈറ്റോസിസ് ആണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ആൾക്കാരാണ് ന്യൂട്രോഫിലും മോണോസൈറ്റ്സും. ഇനി ഇസ്നോഫിൽസ് റെസിസ്റ്റ് ഇൻഫെക്ഷൻസ്, കോസ് അലർജിക് റിയാക്ഷൻ. ഇനി ബേസോഫിൽസ് സെക്രീറ്റ് ഹിസ്റ്റമൈൻ, സെററ്റോണിൻ, ഹെപ്പാരിൻ, കോസ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ്. ഈ പേര് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഹിസ്റ്റമൈൻ, സെററ്റോണിൻ, ഹെപ്പാരിൻ. ഇത് ബേസോഫിൽസ് സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽസ് ആണ്. ഹിസ്റ്റമൈൻ, സെററ്റോണിൻ, ഹെപ്പാരിൻ. ലിംഫോസൈറ്റ്സ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഓഫ് ദ ബോഡിയാണ്. സെക്രീറ്റ് ആൻറ്റിബോഡീസ്. ഈ ഒരു ചാർട്ട് മാച്ച് ചെയ്യാനുള്ളത് പൂരിപ്പിക്കാനൊക്കെ ചോദിക്കാവുന്നതാണ്. നന്നായിട്ട് നോക്കി വയ്ക്കുക. ഇനി പ്ലേറ്റ്ലെറ്റ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പ്ലേറ്റ്ലെറ്റ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ത്രോംബോസൈറ്റ്സ്. പിന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഓർത്ത് വയ്ക്കുക. 1,50,000 to 3,50,000 ആണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ മെയിൻ ഫങ്ഷൻ ബ്ലഡ് ക്ലോട്ടിംഗ് ആണെന്നുള്ളതും ഓർക്കുക.
ഈ ഒരു രീതിയിൽ ചിലപ്പോൾ ഫ്ലോ ചാർട്ട് എഴുതാൻ ചോദിക്കാം. ബ്ലഡ്, പ്ലാസ്മയുണ്ട്, ഫോംഡ് എലമെൻറ്റ്സ് ഉണ്ട്. ഫോംഡ് എലമെൻറ്റ്സ് ബ്ലഡ് സെൽസ്, ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ബ്ലഡ് സെൽസ് രണ്ടായിട്ട് തിരിക്കാം, RBC, WBC. WBC ഗ്രാനുലോസൈറ്റ്സ്, എ ഗ്രാനുലോസൈറ്റ്സ്. ഗ്രാനുലോസൈറ്റ്സ് ആരൊക്കെ? ന്യൂട്രോഫിൽ, ഇസ്നോഫിൽ, ബേസോഫിൽ. എ ഗ്രാനുലോസൈറ്റ്സ് മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഇനി ബ്ലഡ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഈ ഒരു ചാർട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പാണുള്ളത്? എയും ബിയും, എ ബിയും ഒയും. അപ്പോൾ അതിൽ ഇതൊക്കെ ചിലപ്പോൾ ബ്ലാങ്ക് ആയിട്ട് തന്നിട്ട് പൂരിപ്പിക്കാൻ ആവശ്യപ്പെടാം. അപ്പോൾ എ ഗ്രൂപ്പിലുള്ളത് ആൻറ്റിജൻ എ ആണ്. അതിൻ്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റായ ആൻറ്റിബോഡി ബി ആണ് അതിലുള്ളത്. ഇനി ബി ഗ്രൂപ്പിലാണെങ്കിൽ അതേ പേരിൽ തന്നെയുള്ള ആൻറ്റിജൻ. എല്ലാ ബ്ലഡ് ഗ്രൂപ്പിലും ആൻറ്റിജൻ അതേ പേരിൽ തന്നെയാണ്. എ ഗ്രൂപ്പിൽ എ, ബിയിൽ ബി, എ ബിക്ക് എയും ബിയും ഉണ്ട്. ഒ ഗ്രൂപ്പിനാണെങ്കിൽ ആൻറ്റിജൻസ് ഇല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒ ഗ്രൂപ്പിൽ ആൻറ്റിജൻസ് ഇല്ല. എ ബി ഗ്രൂപ്പിലാണെങ്കിൽ ആൻറ്റിജൻ എയും ഉണ്ട്, ബിയും ഉണ്ട്. ആൻറ്റിബോഡീസിൻ്റെ പേരിൽ എ ഗ്രൂപ്പിൽ ആൻറ്റിബോഡി ബി ആണ്, ബി ഗ്രൂപ്പിൽ ആൻറ്റിബോഡി എ ആണ്. അവിടെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എ ബി ഗ്രൂപ്പിന് ആൻറ്റിബോഡീസ് ഇല്ല, ആൻറ്റിജൻസ് എയും ബിയും ഉണ്ട്. അതുപോലെ ഒ ഗ്രൂപ്പിന് ആൻറ്റിജൻസ് ഇല്ല, ആൻറ്റിബോഡി എയും ബിയും ഉണ്ട്. ഇനി ഇവിടെ ഡോണേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഡോണേഴ്സ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. എ ഗ്രൂപ്പുകാരെ സംബന്ധിച്ചിടത്തോളം എ ഗ്രൂപ്പിൽ നിന്നും സ്വീകരിക്കാം ഒ ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു നോക്കുക, എല്ലാത്തിലും ഒ ഗ്രൂപ്പ് ഉണ്ട്. കാരണം എന്താണ്? ഒ ഗ്രൂപ്പ് യൂണിവേഴ്സൽ ഡോണേഴ്സാണ്. ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും ഒ ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഒ ഗ്രൂപ്പ് എല്ലാത്തിലും വരും. എ ഗ്രൂപ്പ് എ ഉണ്ട്, ബിക്ക് ബിയും ഉണ്ട്, ഒയും ഉണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് ഇത് എ ബി ഗ്രൂപ്പ്. എ ബി ഗ്രൂപ്പുകാരുടെ പ്രത്യേകത യൂണിവേഴ്സൽ റെസിപ്പിയൻസ് ആണ്. ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാം. എ ബിയും എയും ബിയും ഒയും. ഇനി ഒ ഗ്രൂപ്പുകാർക്ക് ഒ ഗ്രൂപ്പുകാരിൽ നിന്ന് മാത്രമേ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ബ്ലഡ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഓർമ്മിക്കുക, ഈ രണ്ട് പേരുകൾ പ്രത്യേകം ഓർമ്മിക്കുക. യൂണിവേഴ്സൽ ഡോണേഴ്സും യൂണിവേഴ്സൽ റെസിപ്പിയൻസും. യൂണിവേഴ്സൽ ഡോണർ ബ്ലഡ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് ഒ ഗ്രൂപ്പാണ്. യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ബ്ലഡ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് എ ബി ഗ്രൂപ്പാണ്. ഇനി എന്തുകൊണ്ട് അവരെ അങ്ങനെ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് വേണം ആൻസർ എഴുതേണ്ടത്. എ ബി ഗ്രൂപ്പുകാരെ എന്തുകൊണ്ട് യൂണിവേഴ്സൽ റെസിപ്പിയൻസ് എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ എ ബി ഗ്രൂപ്പിൽ എന്തില്ല? ആൻറ്റിബോഡീസ് ഇല്ല. ആൻറ്റിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ ആൻറ്റിബോഡീസ് ഇല്ലാത്തത് കൊണ്ട് ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് റിസീവ് ചെയ്യാം. ഇനി എന്തുകൊണ്ട് ഒ ഗ്രൂപ്പുകാർ യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്ന് പറയുന്നു? അതും നമ്മൾ ഈ ആസ്പെക്റ്റിൽ വേണം എഴുതാൻ. ഒ ഗ്രൂപ്പ് എന്തില്ല? ആൻറ്റിജൻസ് ഇല്ല. ആൻറ്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യാൻ ആൻറ്റിജൻസ് ഇല്ല. അപ്പോൾ രണ്ട് കാര്യവും സ്പെസിഫൈ ചെയ്ത് ഓർത്ത് വയ്ക്കുക. ഇനി എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്നൊരു ഫിനോമിനൻ ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിന് ചിലപ്പോൾ ഷോർട്ട് നോട്ട് എഴുതാനൊക്കെ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് RH പോസിറ്റീവാണ്. ബ്ലഡ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് എയും ബിയും എ ബിയും ഒയും കൂടാതെ RH ആൻറ്റിജൻ കൂടെ കണക്കാക്കുന്നുണ്ട്. RH ആൻറ്റിജൻ ഉണ്ടെങ്കിൽ പോസിറ്റീവും ഇല്ലെങ്കിൽ നെഗറ്റീവും. അപ്പോൾ ഇവിടെ കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? RH പോസിറ്റീവാണ്. അതുപോലെ തന്നെ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് RH നെഗറ്റീവാണ്. കുഞ്ഞ് RH പോസിറ്റീവ്, അമ്മ RH നെഗറ്റീവ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഫസ്റ്റ് ഡെലിവറി ടൈമിൽ മെറ്റേണൽ ബ്ലഡും ഫീറ്റൽ ബ്ലഡും തമ്മിൽ മിക്സ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? കുഞ്ഞിൻ്റെ ബ്ലഡിൽ നിന്നുള്ള RH ആൻറ്റിജൻ അമ്മയുടെ ബ്ലഡിലേക്ക് കലരും. അമ്മയുടെ ബ്ലഡിൽ അപ്പോൾ എന്ത് സംഭവിക്കും? അമ്മയുടെ ബ്ലഡിൽ നിന്നും എന്ത് ചെയ്യും? ആ RH ആൻറ്റിജനെതിരെയുള്ള ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ ആരംഭിക്കും. ഇനി ആ അമ്മ വീണ്ടും രണ്ടാമത് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഈ നേരത്തെ അമ്മയുടെ ശരീരത്തിൽ ആൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള RH ആൻറ്റിബോഡി കുഞ്ഞിൻ്റെ ബ്ലഡിലേക്ക് കടക്കുകയും അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് കടക്കുകയും കുഞ്ഞിൻ്റെ RH പോസിറ്റീവ് ആൻറ്റിജനുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ എന്ത് സംഭവിക്കും? RBC നശിപ്പിക്കപ്പെടും. ആ ഫിനോമിനെയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. അത് പ്രത്യേകം ഓർമ്മിക്കുക. ഫീറ്റസ് കുഞ്ഞ് RH പോസിറ്റീവ്, മദർ RH നെഗറ്റീവ്. ഫസ്റ്റ് ഡെലിവറി ടൈമിൽ mixing of maternal and fetal blood takes place. So RH antigen enters into mother's blood and preparation of antibodies against RH antigen takes place within the mother. During the time of second pregnancy, this RH antibody will enters into the fetal blood and the
destruction of fetal RBC takes place, and this phenomenon is known as erythroblastosis fetalis. ഇനി ബ്ലഡ് കൊയാഗുലേഷനും ശ്രദ്ധയോടെ നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ബ്ലഡ് കൊയാഗുലേഷൻ നമ്മൾ പഠിക്കുമ്പോൾ ഓർക്കുക, ബ്ലഡ് കൊയാഗുലേഷൻ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് പ്ലാസ്മയിലുള്ള ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്ലാസ്മ പ്രോട്ടീൻ അത് ഫൈബ്രിനായിട്ട് മാറുന്ന പ്രോസസ്സാണ്. അതാണ് ബ്ലഡ് ക്ലോട്ടിങ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ത്രോംബിൻ. എന്നാൽ ഈ ത്രോംബിൻ എന്ന് പറയുന്ന എൻസൈം ബ്ലഡിൽ ഇനാക്റ്റീവായിട്ടാണ് കാണുന്നത്. അതിനെ എന്ത് പേരിൽ വിളിക്കും? പ്രോത്രോംബിൻ എന്ന് വിളിക്കും. ഈ പ്രോത്രോംബിൻ എങ്ങനെയാണ് ആക്റ്റീവ് ത്രോംബിനായിട്ട് മാറുന്നത്? അതിനൊരു എൻസൈം വേണം. ആ എൻസൈമിൻ്റെ പേരാണ് ത്രോംബോകൈനേസ് എൻസൈം. ഈ ത്രോംബോകൈനേസ് എൻസൈം എപ്പോഴാണ് ആക്റ്റീവ് ആവുക? അത് ഒരു മുറിവ് സംഭവിച്ചു കഴിയുമ്പോൾ ആ ഡാമേജ്ഡ് ആകുന്ന പ്ലേറ്റ്ലെറ്റ്സിൽ നിന്നും ടിഷ്യൂസിൽ നിന്നും പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഹെൽപ്പോട് കൂടെ ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യപ്പെടും. ഒരു മുറിവുണ്ടാകുമ്പോൾ clumped platelets and tissues will release thromboplastin. This thromboplastin will activate thrombokinase enzyme. This thrombokinase enzyme in the presence of Ca2+ ions. അതും പ്രത്യേകം ഓർക്കുക, ബ്ലഡ് ക്ലോട്ടിങ്ങിൽ ഇൻവോൾവ് ആകുന്ന ഒരു മിനറൽ അയോണാണ് കാൽഷ്യം അയോൺ. കാൽഷ്യം അയോണിൻ്റെ പ്രസൻസിൽ പ്രോത്രോംബിൻ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ത്രോംബിൻ. This thrombin will convert fibrinogen to fibrin. This fibrin is the blood clot. അപ്പോൾ ഈ ഒരു ചാർട്ട് നന്നായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഫങ്ഷൻസ് ഓഫ് ലിംഫ് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എന്തൊക്കെയാണ് ലിംഫിൻ്റെ ഫങ്ഷൻസ്? എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ്, ഗ്യാസസ് എറ്റ്സെട്ര ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് സെൽസ് ഓൾവേസ് ഒക്കേഴ്സ് ത്രൂ ലിംഫ്. ന്യൂട്രിയൻസിൻ്റെയും ഗ്യാസസിൻ്റെയും എക്സ്ചേഞ്ച് ബ്ലഡും സെല്ലും തങ്ങളിൽ ആക്ച്വലി നടക്കുന്നത് ലിംഫ് വഴിയാണ്. ഇനി ലിംഫിൽ എന്തുണ്ട്? സ്പെഷ്യലൈസ്ഡ് ലിംഫോസൈറ്റ്സ് ഉണ്ട്. അത് ഇമ്മ്യൂൺ റെസ്പോൺസിന് സഹായിക്കുന്നു. പിന്നെ ലിംഫ് ഇമ്പോർട്ടൻ്റ് കാരിയർ ഓഫ് ന്യൂട്രിയൻസ് ആണ്, ഹോർമോൺസ് ആണ്. ന്യൂട്രിയൻസിൻ്റെയും ഹോർമോൺസിൻ്റെയും കാരിയറാണ് ലിംഫ്. ഇനി ഫാറ്റ്സ് ആർ അബ്സോർബ്ഡ് ത്രൂ ലിംഫ് ഇൻ ദ ലാക്റ്റിയൽസ് പ്രസൻറ്റ് ഇൻ ദ ഇൻറ്റസ്റ്റൈനൽ വില്ലൈ. ഇൻറ്റസ്റ്റൈനൽ വില്ലയിലുള്ള ലാക്റ്റിയൽ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഫാറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ലിംഫ് വെസലിനെ വിളിക്കുന്ന പേരാണ് ലാക്റ്റിയൽ. പഠിച്ചിട്ടുണ്ട്. ഇനി ഹാർട്ട് ഓഫ് വെർട്ടിബ്രേറ്റ്സിൽ ഈ ഹാർട്ട് ചേമ്പേഴ്സിൻ്റെ നമ്പർ എന്ന് ഓർത്ത് വയ്ക്കുക. ഫിഷസ് 2 ചേമ്പേഴ്സാണ്. ആംഫീബിയൻസും റെപ്റ്റൈൽസിനും 3 ചേമ്പേഴ്സാണ്. അതിൽ ക്രോക്കഡൈൽസിനെ സംബന്ധിച്ചിടത്തോളം 4 ചേമ്പറുണ്ട്. ഇനി ക്രോക്കഡൈൽസ്, ബേർഡ്സ്, മാമൽസ് 4 ചേമ്പേഴ്സാണ്. 2 ഏട്രിയം, 2 വെൻട്രിക്കിളും. ഇനി ഹ്യൂമൻ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ 4 ചേമ്പേഴ്സ് ഉണ്ടെന്നുള്ളത് അറിയാം. ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ. ഏട്രിയത്തിനെ തങ്ങളിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇൻറ്റർ ഏട്രിയൽ സെപ്റ്റം ഉണ്ട്. അതുപോലെ വെൻട്രിക്കിളിനെ തങ്ങളിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇൻറ്റർ വെൻട്രിക്കുലാർ സെപ്റ്റം ഉണ്ട്. ഏട്രിയത്തിനെയും വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം ഉണ്ട്. ഇനി ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്ത കവറിങ്, അതിൻ്റെ പേര് ചോദിക്കാവുന്നതാണ്. 1 വേർഡ്. എന്താണ്? പെരിക്കാർഡിയം. പെരിക്കാർഡിയത്തിനിടയ്ക്ക് ഒരു ഫ്ലൂയിഡും ഉണ്ട്. ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേര് പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്. ഇനി ഹാർട്ടിൻ്റെ വാൽവ്സിൻ്റെ പേര് നമുക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഹാർട്ടിൽ 3 ടൈപ്പ് വാൽവ്സാണുള്ളത്. ഒന്ന് ട്രൈക്കസ്പിഡ് വാൽവ്. അത് റൈറ്റ് സൈഡിലുള്ള വാൽവാണ്. റൈറ്റ് ഏട്രിയത്തിനെയും റൈറ്റ് വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന വാൽവാണ് ട്രൈക്കസ്പിഡ് വാൽവ്. ഇനി ലെഫ്റ്റ് സൈഡിലുള്ള വാൽവാണ് ബൈക്കസ്പിഡ് അല്ലെങ്കിൽ മിട്രൽ വാൽവ്. ബൈക്കസ്പിഡ് ഓർ മിട്രൽ വാൽവ് ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് ഏട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ബൈക്കസ്പിഡ് അല്ലെങ്കിൽ മിട്രൽ വാൽവ്. ഇനി സെമിലൂണാർ വാൽവ്സ് ഉണ്ട്. സെമിലൂണാർ വാൽവ്സിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒന്ന് പൾമനറി ആർട്ടറി. പൾമനറി ആർട്ടറി എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ലങ്സിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലാണ് പൾമനറി ആർട്ടറി. അപ്പോൾ ഇവിടെ ഒരു സെമിലൂണാർ വാൽവ് ഉണ്ട്. അതിനെ പൾമനറി വാൽവ് എന്നും അറിയപ്പെടും. ഇനി മറ്റൊരു സെമിലൂണാർ വാൽവ് ഉള്ളത് ഇവിടെ അയോർട്ടയിലാണ്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന അയോർട്ടയിലാണ്. ഇതിന് അയോർട്ടിക് വാൽവ് അല്ലെങ്കിൽ സെമിലൂണാർ വാൽവ് എന്ന് വിളിക്കും. അപ്പോൾ വാൽവിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ്? അലൗ ദ ബ്ലഡ് ടു ഫ്ലോ ഇൻ ഓൺലി 1 ഡയറക്ഷൻ.
ബ്ലഡ് ഫ്ലോ ഒരു ഡയറക്ഷനിൽ മാത്രം, അല്ലെങ്കിൽ പ്രിവെൻറ്റ് ദ റിവേഴ്സ് ഫ്ലോ ഓഫ് ബ്ലഡ് എന്ന് പറയാം. അപ്പോൾ വാൽവിൻ്റെ പേരും അതിൻ്റെ പൊസിഷൻസും കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. റൈറ്റ് വാൽവ് എന്ന് പറയുന്നത് ട്രൈക്കസ്പിഡാണ്, ലെഫ്റ്റ് വാൽവ് ബൈക്കസ്പിഡാണ്. പിന്നെ സെമി ലൂണാർ വാൽവ്സ് പൾമനറി ആർട്ടറിയിലും ഉണ്ട്, അയോർട്ടയിലും ഉണ്ട്. ഇനി കണ്ടക്റ്റിംഗ് സിസ്റ്റം. ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഹാർട്ട് ബീറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ സ്റ്റിമുലസ് കൊടുക്കുന്നത് ഹാർട്ടിൽ തന്നെയുള്ള മസിലാണ്. ആ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മസിൽസിനെ വിളിക്കുന്ന പേരാണ് SA നോഡ്, സൈനോ ഏട്രിയൽ നോഡ്. സൈനോ ഏട്രിയൽ നോഡ്. അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസ് അത് നേരെ അടുത്ത് മറ്റൊരു നോഡൽ ടിഷ്യൂവിലേക്ക് എത്തും. ആ നോഡൽ ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് AV നോഡ്, ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്, AV നോഡ്. AV നോഡിൽ നിന്നും അടുത്തത് കണ്ടക്റ്റിംഗ് ചെയ്യുന്നത് ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുന്ന ഫൈബേഴ്സിലാണ്. അത് രണ്ട് ബണ്ടിലായിട്ട് തിരിയുന്നുണ്ട്, ലെഫ്റ്റ് ബണ്ടിലും റൈറ്റ് ബണ്ടിലുമായിട്ട് തിരിയുന്നുണ്ട്. അത് വീണ്ടും വെൻട്രിക്കിൾസിൽ മൈന്യൂട്ട് ബ്രാഞ്ചസ് ആയിട്ട് തിരിയുന്നുണ്ട്. ആ ബ്രാഞ്ചസിനെ വിളിക്കുന്ന പേരാണ് പർക്കിഞ്ചി ഫൈബേഴ്സ്. പർക്കിഞ്ചി ഫൈബേഴ്സ്. അപ്പോൾ ഈ പൊസിഷൻസ് കറക്റ്റായിട്ടൊന്ന് നോക്കി വയ്ക്കുക. ഇത് മാർക്ക് ചെയ്യാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് കാണാം SA നോഡ് അഥവാ സൈനോ ഏട്രിയൽ നോഡ്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ പൊസിഷനിൽ നോക്കൂ, AV നോഡ്, ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്, ബണ്ടിൽ ഓഫ് ഹിസ്. ഇത് താഴേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ അടുത്ത് പർക്കിഞ്ചി ഫൈബേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് വെസലും ഒന്ന് നോക്കി വെച്ചേക്കുക, മാർക്ക് ചെയ്യാൻ ചോദിക്കാം. ഈ ബ്ലഡ് വെസലാണ് അയോർട്ട. ഇത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന വീനക്കാവ. SA നോഡ്, റൈറ്റ് ഏട്രിയം, ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്. ഈ ഒരു ഫൈബേഴ്സ് എന്ന് ഓർത്ത് വയ്ക്കുക, ഒരു മസിൽ ഫൈബേഴ്സാണ്. ആ വാൽവ്സിനെ കറക്റ്റ് പൊസിഷനിൽ പിടിച്ചു വയ്ക്കുന്ന മസിൽ ഫൈബേഴ്സാണ്. അതിനെ വിളിക്കുന്ന പേരാണ് കോർഡേ ടെൻഡിനെ. റൈറ്റ് വെൻട്രിക്കിൾ, അയോർട്ട. ഇത് പൾമനറി ആർട്ടറി, ലെഫ്റ്റ് ഏട്രിയം, ബണ്ടിൽ ഓഫ് ഹിസ്, ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം, എപെക്സ്. ഇത് മാർക്ക് ചെയ്യാൻ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആ കറക്റ്റ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് പോകുന്ന റൂട്ട് അത് ചിലപ്പോൾ ഡിസോർഡർ ആക്കി തന്നിട്ടൊക്കെ ഓർഡർ ആക്കാനോ പല രീതിയിലും ചോദിക്കാവുന്നതാണ്. ഓർക്കുക, റൈറ്റ് ഏട്രിയത്തിൽ അത് SA നോഡ് ഇരിക്കുന്ന പൊസിഷൻ അവിടെയാണ്. റൈറ്റ് ഏട്രിയം, SA നോഡിൽ നിന്നും അടുത്ത് AV നോഡിൽ നിന്നും ബണ്ടിൽ ഓഫ് ഹിസ്, പർക്കിഞ്ചി ഫൈബേഴ്സ്, വെൻട്രിക്കിൾ. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളൊന്ന് നോക്കി വച്ചേക്കുക. ഇനി ഈ ഫങ്ഷൻ ഓഫ് SA നോഡ്. അപ്പോൾ SA നോഡിനെയാണ് നമ്മൾ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്ന് വിളിക്കുന്നത്. ആ ടേം ഒന്ന് ഓർത്ത് വയ്ക്കുക. SA നോഡ് ഈസ് നോൺ എസ് ദ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട്. അപ്പോൾ എന്തുകൊണ്ട് പേസ് മേക്കർ എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? ദിസ് നോഡൽ മസ്കുലേച്ചർ ഹാസ് ദ എബിലിറ്റി ടു ജനറേറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ വിത്തൗട്ട് എനി എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഓട്ടോ എക്സൈറ്റബിൾ. അപ്പോൾ മറ്റെല്ലാ ഓർഗൻസും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രെയിനിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസ് കിട്ടണം. പക്ഷേ ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. ഹാർട്ട് വർക്ക് ചെയ്യാൻ അതിനാവശ്യമായിട്ടുള്ള ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നത് ഈ SA നോഡിലാണ്. ഇപ്പോൾ SA നോഡ് ജനറേറ്റ് ചെയ്യുന്ന ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഒരു ക്രമം എന്താണ്? 70 to 75 ആണ് പെർ മിനിറ്റ്. അപ്പോൾ ഇത് കൊണ്ട് SA നോഡിനെ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്ന് വിളിക്കുന്നു. അതും ചോദിക്കാം. വൈ SA നോഡ് ഈസ് നോൺ എസ് ദ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട്. കാർഡിയാക് സൈക്കിളിനെ സംബന്ധിച്ച് രണ്ട് ടേം, സിസ്റ്റോൾ, ഡയസ്റ്റോൾ. എന്താ സിസ്റ്റോൾ? ഹാർട്ട് ചേമ്പേഴ്സ് കോൺട്രാക്റ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന ടേമാണ് സിസ്റ്റോൾ. ഹാർട്ട് ചേമ്പേഴ്സ് റിലാക്സ് ചെയ്യുന്നതിനെ വിളിക്കുന്ന ടേം ഡയസ്റ്റോൾ. കോൺട്രാക്ഷൻ സിസ്റ്റോളും റിലാക്സേഷൻ ഡയസ്റ്റോളും. ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് 72 times per minute ആണ്. ഒരു കാർഡിയാക് സൈക്കിൾ, ഒരു സിസ്റ്റോളിനും ഡയസ്റ്റോളിനും എടുക്കുന്ന സമയം 0.8 seconds ആണ്. ഇനി സ്ട്രോക്ക് വോളിയം, കാർഡിയാക് ഔട്ട്പുട്ട്, ഇത് രണ്ടും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സ്ട്രോക്ക് വോളിയം? ഡ്യൂറിങ് എ കാർഡിയാക് സൈക്കിൾ ഈച്ച് വെൻട്രിക്കിൾ പംപ്സ് ഔട്ട് അപ്രോക്സിമേറ്റ്ലി 70 ml ഓഫ് ബ്ലഡ് വിച്ച് ഈസ് കാൾഡ് സ്ട്രോക്ക് വോളിയം. ഹാർട്ട് ഒരു പ്രാവശ്യം ബീറ്റ് ചെയ്യുമ്പോൾ ഒരു വെൻട്രിക്കിൾ പമ്പ് ചെയ്യുന്ന ബ്ലഡിൻ്റെ വോളിയം, അതാണ് എന്തോന്ന്? സ്ട്രോക്ക് വോളിയം.
അപ്പോൾ ആ സ്ട്രോക്ക് വോളിയത്തിന് ഹാർട്ട് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കാർഡിയാക് ഔട്ട്പുട്ട്. അപ്പോൾ എന്താണ് കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് ചോദിച്ചാൽ സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ഈസ് നോൺ ആസ് കാർഡിയാക് ഔട്ട്പുട്ട്. അതായത് ദ വോളിയം ഓഫ് ബ്ലഡ് പമ്പ്ഡ് ഔട്ട് ഫ്രം ഈച്ച് വെൻട്രിക്കിൾ പെർ മിനിറ്റ് ഈസ് കാൾഡ് കാർഡിയാക് ഔട്ട്പുട്ട്. അപ്പോൾ സിംപ്ലി ദ സ്ട്രോക്ക് വോളിയം മൾട്ടിപ്ലൈഡ് ബൈ ദ നമ്പർ ഓഫ് ബീറ്റ്സ് പെർ മിനിറ്റ് ഗീവ്സ് ദ കാർഡിയാക് ഔട്ട്പുട്ട്. അപ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് ഓഫ് എ ഹെൽത്തി ഇൻഡിവിജ്വൽ 5000 ml or 5 liters. ഹാർട്ടിൻ്റെ സൗണ്ട് എക്സാമിന് നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഹാർട്ടിന് 2 ടൈപ്പ് സൗണ്ട്. അത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് നിങ്ങൾക്കെല്ലാം അറിയാം. എന്താണ്? സ്റ്റെതസ്കോപ്പ്. ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ഈസ് ലബ്. സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ഈസ് ഡബ്. എന്താ ലബ്? വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ക്ലോഷർ ഓഫ് ദ ട്രൈക്കസ്പിഡ് ആൻഡ് ബൈക്കസ്പിഡ് വാൽവ്. അപ്പോൾ ഇവിടെ ഈ ട്രൈക്കസ്പിഡ് വാൽവ്, റൈറ്റ് വാൽവ് ട്രൈക്കസ്പിഡ് വാൽവും ലെഫ്റ്റ് ബൈക്കസ്പിഡ് വാൽവും അടയുന്ന സൗണ്ടാണ് ഏതാ? ലബ്. ഇനി അതുപോലെ ഡബ് സൗണ്ട് എന്ന് പറയുന്നത് ഈ സെമി ലൂണാർ വാൽവ്സ് അടയുന്ന സൗണ്ടാണ്. പൾമനറി വാൽവും ഉണ്ട്, അയോർട്ടിക് വാൽവും ഉണ്ട്. ഈ 2 വാൽവും അടയുന്ന സൗണ്ടാണ് ഡബ്. ഓർമ്മിക്കുക, ലബ്, ഡബ്. ലബ് ക്ലോഷർ ഓഫ് ദ ട്രൈക്കസ്പിഡ് ആൻഡ് ബൈക്കസ്പിഡ് വാൽവ്, ഡബ് ക്ലോഷർ ഓഫ് ദ സെമി ലൂണാർ വാൽവ്സ്. അപ്പോൾ എന്താണ് ഈ സൗണ്ടിൻ്റെ സിഗ്നിഫിക്കൻസ്? എന്തെങ്കിലും ഹാർട്ട് പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് സൗണ്ട് വെച്ച്, സ്റ്റെതസ്കോപ്പ് വെച്ച് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ECG. ഈ ഗ്രാഫ് ഇത് നന്നായിട്ടൊന്ന് നോക്കി വെക്കേണ്ട ഗ്രാഫാണ്. ഈ ഗ്രാഫിൽ 3 വേവ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു P വേവ്, ഒരു QRS വേവ്, T വേവ്. ഇത് ഓരോ വേവും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ECG ഫുൾ ഫോം ചോദിക്കാം, ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അതാണ് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര്, മെഷീനിൻ്റെ പേര്. അതിൽ നിന്നും കിട്ടുന്ന ഗ്രാഫിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ്. അങ്ങനെ പേരിലൊരു വൈരുദ്ധ്യമുണ്ട്. ഇവിടെ ഓർമ്മിക്കുക, P വേവ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഡീപോളറൈസേഷൻ ഓഫ് ദ ഏട്രിയ. ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ ഓർ ഡീപോളറൈസേഷൻ ഓഫ് ദ ഏട്രിയ. QRS വേവ് represents the depolarization of the ventricle. T wave represents the repolarization of the ventricle. Return of the ventricle from excited to normal state അല്ലെങ്കിൽ repolarization. പ്രത്യേകം ഓർക്കുക, P വേവ് depolarization of the atria, QRS വേവ് depolarization of the ventricle, T വേവ് repolarization of the ventricle. ഇനി എന്താണ് ഈ ECGയുടെ സിഗ്നിഫിക്കൻസ് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിൻ്റെ ആൻസർ എന്താണ്? ദ ഡീവിയേഷൻ ഫ്രം ദ സ്റ്റാൻഡേർഡ് ഷേപ്പ് ഇൻഡിക്കേറ്റ്സ് അബ്നോർമാലിറ്റി ഓർ ഡിസീസ്. അതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇതിൻ്റെ നോർമൽ ഷേപ്പിൽ നിന്നുള്ള ഡീവിയേഷൻ ഹാർട്ടിൻ്റെ അബ്നോർമാലിറ്റിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നന്നായിട്ട് ECG എന്നുള്ള ടോപ്പിക്ക് നോക്കുക. ഇനി ഡബിൾ സർക്കുലേഷനിൽ പൾമനറി സർക്കുലേഷൻ, സിസ്റ്റമിക് സർക്കുലേഷൻ, അതായത് ഹാർട്ട് ടു ലങ് സർക്കുലേഷനെ വിളിക്കുന്ന പേരാണ് പൾമനറി സർക്കുലേഷൻ. പൾമനറി സർക്കുലേഷൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമനറി ആർട്ടറി ക്യാരി ചെയ്ത് ലങ്സിൽ കൊണ്ടുകൊടുക്കും. ലങ്സിൽ വെച്ചത് ഓക്സിജനേഷൻ നടന്നിട്ട് പൾമനറി വെയിൻ അതിനെ ക്യാരി ചെയ്ത് ഹാർട്ടിൽ കൊണ്ടുവരും. ഇതാണ് പൾമനറി സർക്കുലേഷൻ. ഇനി സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ദ അയോർട്ട വഴി സിസ്റ്റമിക് ആർട്ടറീസ് വഴി ബോഡിയുടെ ഡിഫറൻറ്റ് പാർട്സിൽ കൊടുക്കുന്നു. ഇനി അവിടെ വെച്ചിട്ട് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ തിരിച്ച് വീനക്കാവ കളക്ട് ചെയ്തിട്ട് ഹാർട്ടിൽ കൊണ്ടുവരുന്നു. അതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. ഈ ഒരു പിക്ചർ ചിലപ്പോൾ ഡയഗ്രമാറ്റിക് ആയിട്ടൊക്കെ വരയ്ക്കാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓർത്ത് വയ്ക്കുക, ഹാർട്ട് ടു ലങ് സർക്കുലേഷനാണ് പൾമനറി സർക്കുലേഷൻ, ഹാർട്ട് ടു ഡിഫറൻറ്റ് ബോഡി പാർട്സ് സർക്കുലേഷനാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പോൾ ഈ 2 സർക്കുലേഷൻ്റെയും ഫങ്ഷൻ എഴുതാൻ ചോദിക്കാം. പൾമനറി സർക്കുലേഷൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഓക്സിജനേഷൻ ഓഫ് ബ്ലഡ്. സിസ്റ്റമിക് സർക്കുലേഷൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാലോ പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ്, ഓക്സിജൻ ആൻഡ് അതർ എസെൻഷ്യൽ സബ്സ്റ്റൻസ് ടു ദ ടിഷ്യൂസ് ആൻഡ് ടേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അതർ ഹാർംഫുൾ സബ്സ്റ്റൻസസ് എവേ ഫോർ എലിമിനേഷൻ. ഓക്സിജനും മറ്റ് എസെൻഷ്യൽ സബ്സ്റ്റൻസിനും ടിഷ്യൂസിന് കൊടുക്കുക, ടിഷ്യൂസിലുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് ഹാംഫുൾ സബ്സ്റ്റൻസും എലിമിനേറ്റ് ചെയ്യുക. അതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ്റെ ഫങ്ഷൻ.
ഇനി ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം അല്ലെങ്കിൽ ഹെപ്പാറ്റിക് പോർട്ടൽ സർക്കുലേഷൻ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ബിറ്റ്വീൻ ദ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ആൻഡ് ലിവർ. സർക്കുലേഷൻ ബിറ്റ്വീൻ ദ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ആൻഡ് ലിവർ. അപ്പോൾ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ നിന്നുള്ള ബ്ലഡ് നേരെ സിസ്റ്റമിക് സർക്കുലേഷനിൽ പോകുന്നതിന് മുമ്പ് നേരെ ലിവറിലേക്ക് പോകും. അതിനെയാണ് എന്ത് പേരിൽ വിളിക്കുക? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് വിളിക്കുക. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ക്യാരീസ് ഫുഡ് ലേഡൻ ബ്ലഡ് ഫ്രം ദ അലിമെൻ്ററി കനാൽ ടു ദ ലിവർ ബിഫോർ ഇറ്റ് ഈസ് ഡെലിവേർഡ് ടു സിസ്റ്റമിക് സർക്കുലേഷൻ. ഇനി അടുത്തൊരു സർക്കുലേഷനാണ് കൊറോണറി സർക്കുലേഷൻ. അത് ഹാർട്ട് ടു ഹാർട്ട് സർക്കുലേഷനാണ്. ഹാർട്ടിൽ നിന്നും ബ്ലഡ് ഹാർട്ട് മസിൽസിന് കൊടുക്കുന്ന സർക്കുലേഷൻ. സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ഹാർട്ട് ചേമ്പേഴ്സ് ആൻഡ് ഹാർട്ട് വാൾ ഈസ് നോൺ ആസ് കൊറോണറി സർക്കുലേഷൻ. ഇനി കാർഡിയാക് ആക്ടിവിറ്റി എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു? അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, ഹാർട്ട് ഒരു ആട്ടോ റെഗുലേറ്റഡ് ഓർഗനാണ്. കാരണം SA നോഡാണ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഹാർട്ട് ബീറ്റിനെ കൂട്ടാനും കുറയ്ക്കാനും മറ്റ് നെർവ് ഫൈബേഴ്സിനും കഴിയുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാണ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. മെഡുല്ലയിൽ നിന്നും വരുന്ന ആട്ടോണോമിക് നെർവസ് സിസ്റ്റംസ്. ഹാർട്ടിൻ്റെ ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, അത് ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും. പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഹാർട്ട് ബീറ്റ് ഡിക്രീസ് ചെയ്യും. അതുപോലെ ഹോർമോൺസ് ഫ്രം അഡ്രീനൽ മെഡുല്ല, നമുക്കറിയാം അഡ്രിനാലിൻ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇനി ഡിസോർഡേഴ്സിലേക്ക് വരുമ്പോൾ ഒന്ന് ഹൈ ബ്ലഡ് പ്രഷർ അഥവാ ഹൈപ്പർ ടെൻഷൻ. ഇപ്പോൾ നോർമൽ ബ്ലഡ് പ്രഷർ വാല്യൂ ഓർത്ത് വയ്ക്കുക. 120/80 ആണ് നോർമൽ ബ്ലഡ് പ്രഷർ. ഇത് 120 എന്നത് സിസ്റ്റോളിക് പ്രഷറാണ്. 80 എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷറാണ്. അപ്പോൾ അത് 140/90 പോവുകയാണെങ്കിൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ ടെൻഷൻ അഥവാ ഹൈ ബ്ലഡ് പ്രഷർ. ഹൈപ്പർ ടെൻഷൻ കൊണ്ടുള്ള ദോഷം എന്താണ്? ലീഡ്സ് ടു ഹാർട്ട് ഡിസീസ്, ഡാമേജ് ടു ബ്രെയിൻ ആൻഡ് കിഡ്നി. ഇനി അതെറോസ്ക്ലീറോസിസ് അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് അഥവാ CAD. അതെന്താ സംഭവം? ഈ ആർട്ടറിക്കകത്ത് കാൽഷ്യം, ഫാറ്റ്, കൊളസ്ട്രോൾ, ഫൈബറസ് ടിഷ്യൂസൊക്കെ അടിഞ്ഞിട്ട് ആർട്ടറിയുടെ ആ ഒരു ലൂമൻ്റെ വോളിയം അല്ലെങ്കിൽ വലിപ്പം കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ്, നാരോ ആയി പോകുന്ന അവസ്ഥയാണ് അതെറോസ്ക്ലീറോസിസ്. ആർട്ടീരിയൽ ഡിസീസ് ഡ്യൂ ടു ദ ഡിപ്പോസിഷൻ ഓഫ് കാൽഷ്യം, ഫാറ്റ്, കൊളസ്ട്രോൾ ആൻഡ് ഫൈബറസ് ടിഷ്യൂസ് ഓൺ ദ ഇന്നർ ലൈനിങ് ഓഫ് ദ ലാർജ് ആൻഡ് മീഡിയം സൈസ്ഡ് ആർട്ടറീസ് വിച്ച് മേക്ക് ദ ആർട്ടറീസ് നാരോവർ. ഇനി ആൻജിന അഥവാ ആൻജിന പെക്ടോറിസ്. എന്താ സംഭവം? സിംറ്റം ഓഫ് അക്യൂട്ട് ചെസ്റ്റ് പെയിൻ ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഓക്സിജൻ ടു ദ ഹാർട്ട് മസിൽസ്. ഹാർട്ട് മസിൽസിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അക്യൂട്ടായിട്ടുള്ള ചെസ്റ്റ് പെയിൻ. അപ്പോൾ ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ. ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തുന്നതിന് ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് ഇത്തരം പെയിൻ ഉണ്ടാകുന്നത്. ഇറ്റ് മേ ലീഡ് ടു ഹാർട്ട് അറ്റാക്ക്. ഇനി ഹാർട്ട് ഫെയില്യൂർ ഉണ്ട്. അതെന്താ സംഭവം? ഹാർട്ട് ഈസ് നോട്ട് പമ്പിങ് ഇനഫ് ബ്ലഡ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ ബോഡി. ഹാർട്ടിന് നന്നായിട്ട് പമ്പ് ചെയ്യാൻ പറ്റാതെ ഹാർട്ട് ക്ഷീണിച്ചു പോകുന്ന അവസ്ഥയാണ്. അതാ ഹാർട്ട് ഫെയില്യൂർ. ഇറ്റ് ഈസ് സംടൈംസ് കാൾഡ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയില്യൂർ ബിക്കോസ് കൺജഷൻ ഓഫ് ദ ലങ്സ് ഈസ് വൺ ഓഫ് ദ മെയിൻ സിംറ്റംസ് ഓഫ് ദ ഡിസീസ്. അപ്പോൾ ഇതിനെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയില്യൂർ എന്നും പറയാറുണ്ട്. കാരണം ഇതെന്താണ്? കൺജക്ഷൻ ഓഫ് ദ ലങ്സ്, ലങ്സിനകത്തൊക്കെ ഫ്ലൂയിഡ് കെട്ടിയിട്ട് ഹാർട്ടിനെ ഞെരുക്കുന്ന ഒരവസ്ഥ വരുമ്പോഴും ഇതുണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇതിനെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയില്യൂർ എന്നും വിളിക്കാറുണ്ട്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാം. ആദ്യം, ദ ഓപ്പണിംഗ് ബിറ്റ്വീൻ ദ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ ഈസ് ഗോഡഡ് ബൈ. വാൽവിൻ്റെ പേരാണ് അല്ലേ? റൈറ്റ് സൈഡ് വാൽവ് പഠിച്ചു, ട്രൈകസ്പിഡ്. ലെഫ്റ്റ് സൈഡ് വാൽവ് ബൈകസ്പിഡ്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഓഫ് കാർഡിയാക് ഇമ്പൾസ് ഫ്രം ദ ടേംസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. SA നോഡിൽ തുടങ്ങി, നമുക്കറിയാം SA നോഡ് കഴിഞ്ഞ് അടുത്ത് AV നോഡ്, ബണ്ടിൽ ഓഫ് ഹിസ്, പർക്കിഞ്ചി ഫൈബേഴ്സ്, വെൻട്രിക്കിൾസ്. ആ രീതിയിൽ എഴുതണം. ദ സീക്വൻഷ്യൽ ഈവൻസ് ഇൻ ദ ഹാർട്ട് വിച്ച് ആർ സൈക്ലിക്കലി റിപ്പീറ്റഡ് ആർ കാൾഡ് ദ കാർഡിയാക് സൈക്കിൾ. വാട്ട് ആർ ദ ഫേസസ് ഓഫ് ദ കാർഡിയാക് സൈക്കിൾ? കാർഡിയാക് സൈക്കിളിൻ്റെ ഫേസസ് ഏതൊക്കെയാണ്? സിസ്റ്റോളും ഡയസ്റ്റോളും. വാട്ട് ഡു വി കാൾ ഹ്യൂമൻ ഹാർട്ട് ആസ് മയോജനിക്? എന്തുകൊണ്ടാണ് മയോജനിക് എന്ന് വിളിക്കുന്നത്? ഹ്യൂമൻ ഹാർട്ട് എന്ത് ചെയ്യും? ഹാർട്ട് തന്നെ എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യും. SA node of the heart can produce action potential for the beating of or working of heart. So human heart is known as myogenic. What is the role of SAN on a human heart?
അപ്പോൾ SANൻ്റെ ജോലി എന്താണ്? SAN will produce action potential for the working of heart. Make a flow chart showing cardiac impulse conduction using appropriate terms given in bracket. അപ്പോൾ അതും പറഞ്ഞു അല്ലേ? നേരത്തെ പറഞ്ഞത് തന്നെ. വിച്ച് പാർട്ട് നോൺ ആസ് പേസ് മേക്കർ? പേസ് മേക്കർ എന്നറിയപ്പെടുന്ന പാർട്ട് ഏതാണ്? SA നോഡ്, SAN. ഇനി സൈനോ ഏട്രിയൽ നോഡ് ഈസ് കാൾഡ് പേസ് മേക്കർ ഓഫ് അവർ ഹാർട്ട്. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു നമ്മൾ. ഡിഫൈൻ കാർഡിയാക് സൈക്കിൾ ആൻഡ് കാർഡിയാക് ഔട്ട്പുട്ട്. കാർഡിയാക് സൈക്കിൾ പറഞ്ഞല്ലോ, സിസ്റ്റോൾ ഡയസ്റ്റോൾ. കാർഡിയാക് ഔട്ട്പുട്ട് എന്താണെന്ന് പറഞ്ഞല്ലോ. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വെൻട്രിക്കിളിന് ഒരു സമയത്ത് പുറത്തേക്ക് വിടാൻ പറ്റുന്ന ബ്ലഡിൻ്റെ അളവ്. ദ വോളിയം ഓഫ് ബ്ലഡ് പമ്പ്ഡ് ബൈ ഈച്ച് വെൻട്രിക്കിൾ ഈസ് നോൺ ആസ് കാർഡിയാക് ഔട്ട്പുട്ട്. Cardiac output is stroke volume multiplied by heart rate. That is the correct answer. Cardiac output is stroke volume. Stroke volume ആണ് volume of blood pumped by heart in each beat. അത് into number of beats per minute. അതാണ് cardiac output. SA node has the key role in the rhythmic contractile activity of human heart. Give reason. പറഞ്ഞു അല്ലേ? പേസ് മേക്കർ ഓഫ് ദ ഹാർട്ടാണ് SA നോഡ്. അപ്പോൾ അത് ഒത്തിരി പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ. നെയിം ദ നോഡൽ ടിഷ്യൂ A ആൻഡ് B. A എന്താണ്? SA നോഡ്, B AV നോഡ്. വൈ A ഈസ് കാൾഡ് ദ പേസ് മേക്കർ? എന്തുകൊണ്ട് A പേസ് മേക്കർ എന്ന് വിളിക്കുന്നു? ബ്ലഡ് ക്ലോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ടു പ്രിവെൻറ്റ് എക്സസ് ലോസ് ഓഫ് ബ്ലഡ് ഫ്രം ദ ബോഡി. അപ്പോൾ ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ഈ സീരീസ് ഓഫ് റിയാക്ഷൻസ് ഒന്ന് എഴുതി വെച്ചാൽ മതിയാകും. Blood coagulation is a mechanism to prevent excessive loss of blood. Identify the enzyme help the conversion of inactive fibrinogen to fibrin. ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റുന്ന ആരാണ്? ത്രോംബിൻ. മെൻഷൻ ദ റോൾ ഓഫ് ത്രോംബോകൈനേസ്. ത്രോംബോകൈനേസ് എന്ത് ചെയ്യും? പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. വിച്ച് അയോൺ ഈസ് നെസസറി ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള അയോൺ എന്താണ്? കാൽഷ്യം അയോൺ. പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ ഈസ് കാൾഡ്. നേരത്തെ പറഞ്ഞു കേട്ടോ. പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ ഈസ് കാൾഡ് സീറം. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഹാർട്ട് സൗണ്ട് ലാബ് എന്നല്ല ലബ് എന്നാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. കോസ്ഡ് ഡ്യൂ ടു നേരത്തെ പറഞ്ഞു ലബ് ഡബ്. ലബ് എന്തുകൊണ്ടാണ്? ക്ലോഷർ ഓഫ് ദ ട്രൈക്കസ്പിഡ് ആൻഡ് ബൈക്കസ്പിഡ് വാൽവ്. ഡബ്ബോ ക്ലോഷർ ഓഫ് സെമി ലൂണാർ വാൽവ്. വാൽവുകൾ ക്ലോസ് ചെയ്യുമ്പോഴാണ് ഹാർട്ട് സൗണ്ട് ഉണ്ടാകുന്നത്. നെയിം ദ ടിഷ്യൂ മാർക്ക്ഡ് A ആൻഡ് B. ഏതാണ്? SA നോഡ്, AV നോഡ്. എമംഗ് ദീസ് വിച്ച് വൺ ഈസ് റെഫേർഡ് ടു ആസ് പേസ് മേക്കർ ആൻഡ് വൈ? ഏതാ പേസ് മേക്കർ? SA നോഡ്. SAN and AVN are the two nodal tissues seen on the heart. Discuss how these nodal tissues regulate the contractile activity of the heart. അപ്പോൾ അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ECGയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ഇറ്റ് ഡിനോട്ട്? എന്താണ് ECG? ഇലക്ട്രോ കാർഡിയോഗ്രാം. What do PQRST represents? P wave depolarization of atria. QRS wave depolarization of ventricle. T wave repolarization of ventricle. What is its clinical significance? The clinical significance deviation from the normal shape indicate heart problem. ECG same question ആണ്. Expand ECG. PT wave denote. Mention the clinical significance. പറഞ്ഞു. വീണ്ടും സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡസ് ദ QRX കോംപ്ലക്സ് ഡിനോട്ട്? മെൻഷൻ ദ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ECG. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് വിത്ത് ECG ഓഫ് മാൻ. നോക്കൂ. P വേവ് റെപ്രസെൻറ്റ്സ് ഓറിക്കുലാർ റീപോളറൈസേഷൻ. ശരിയാണോ? അല്ല. P വേവ് റെപ്രസെൻറ്റ്സ് വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. ശരിയാണോ? അല്ല. P വേവ് റെപ്രസെൻറ്റ്സ് ഓറിക്കുലാർ ഡീപോളറൈസേഷൻ. ഇതാണ് ഇത് കറക്റ്റ് ആൻസർ ആണ് അല്ലേ? P വേവ് ഓറിക്കുലാർ അല്ലെങ്കിൽ ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ്. QRS വേവ് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ ആണ്. ലിസ്റ്റ് ഔട്ട് ദ ഫങ്ഷൻസ് ഓഫ് ലിംഫ്. ലിംഫിൻ്റെ ഫങ്ഷൻസ് എഴുതാൻ. ലിംഫിൻ്റെ ഫങ്ഷൻസിൽ എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ്, ഗ്യാസസ് ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് സെൽ ഓൾവേസ് ഒക്കേഴ്സ് ത്രൂ ലിംഫ്.
specialized lymphocytes responsible for immune response, important carrier of nutrients, hormones, fats are absorbed through lymph in the lacteal present in the intestinal villi. പഠിച്ചു വയ്ക്കുക. Person with AB blood group is called universal recipient. Give a reason. എന്തുകൊണ്ട് എ ബി ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്ന് വിളിക്കുന്നു? എ ബി ഗ്രൂപ്പിൽ എന്ത് മാത്രമേ ഉള്ളൂ? ആൻറ്റിജൻ മാത്രമേ ഉള്ളൂ. എന്തില്ല? ആൻറ്റിബോഡീസ് ഇല്ല. അതുകൊണ്ട് അവർക്ക് ആരിൽ നിന്ന് വേണമെങ്കിലും they can receive blood from any blood group persons. List out any two disorders of human circulatory system. സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും രണ്ട് ഡിസോർഡേഴ്സ് എഴുതാൻ. നമുക്ക് എന്തൊക്കെ എഴുതാം? ഹൈപ്പർ ടെൻഷൻ എഴുതാം, ആൻജിന എഴുതാം, അതുപോലെ കൊറോണറി ആർട്ടറി ഡിസീസ് എഴുതാം. Match the columns A with those in column B and C. Percentage ന്യൂട്രോഫിൽ, ഇസ്നോഫിൽ, ലിംഫോസൈറ്റ്സ്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? ന്യൂട്രോഫിലാണ്, 60 to 65%. ഇസ്നോഫിൽസ് 2 to 3% ആണ്. ലിംഫോസൈറ്റ് 20 to 25% ആണ്. ന്യൂട്രോഫിലിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഫാഗോസിറ്റിക് ആണ്. ഇസ്നോഫിൽസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അലർജിക് റിയാക്ഷൻ ആണ്. ലിംഫോസൈറ്റിൻ്റെ ഫംഗ്ഷനോ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. അപ്പോൾ എല്ലാ ബ്ലഡ് സെൽസിൻ്റെയും ഈ പറഞ്ഞതുപോലെ അതിൻ്റെ പെർസെൻറ്റേജും ഫങ്ഷൻസും പഠിച്ചു വയ്ക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. ക്ലാസിഫൈ ദ ഫോളോയിങ് ടേംസ് അണ്ടർ 2 suitable headings. ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ഇസ്നോഫിൽ, ലിംഫോസൈറ്റ്. എങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും? ഗ്രാനുലോസൈറ്റ്സ് എന്നും എ ഗ്രാനുലോസൈറ്റ്സ് എന്നും. ഇതിലാരൊക്കെയാണ് ഗ്രാനുലോസൈറ്റ്സ്? ന്യൂട്രോഫിൽസും ഇസ്നോഫിൽസും ഗ്രാനുലോസൈറ്റ്സ് ആണ്. മോണോസൈറ്റും ലിംഫോസൈറ്റ്സും എ ഗ്രാനുലോസൈറ്റ് ആണ്. ഒബ്സർവ് ദ ഡയഗ്രാം. ലേബൽ എ, ബി, സി ആൻഡ് ഡി. കണ്ടോ? ഈ ടെക്സ്റ്റിലെ ഡയഗ്രമാണ്. ഇത് വെച്ചിട്ട് മാർക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എ എന്താണ്? ഇവിടെ കാണാൻ നമുക്ക് അയോർട്ട. ബി എന്താണ്? വീനക്കാവ. സി എന്താണ്? പൾമനറി ആർട്ടറി. ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡി എന്താണ്? കോർഡേ ടെൻഡിനെ. In the medical record of a patient, blood pressure is noticed 140/90. What does this condition indicate? എന്താണ് കണ്ടീഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഹൈപ്പർ ടെൻഷൻ. Longitudinal section of the human heart showing internal structures is given below. Observe the diagram and answer the following questions. Label the parts marked A, B, C. ഇവിടുത്തെ ബ്ലഡ് വെസൽസ് മാർക്ക് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? എ എന്താണ്? അയോർട്ട. ബി എന്താണ്? ഇവിടുത്തെ വാൽവാണ്, സെമിലൂണാർ വാൽവാണ്, സെമിലൂണാർ വാൽവ്. സി എന്താണ്? വെൻട്രിക്കിൾ അല്ലേ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഡ്രാ എ ഫ്ലോ ചാർട്ട് ടു ഷോ ഡബിൾ സർക്കുലേഷൻ. ഡബിൾ സർക്കുലേഷൻ്റെ ഫ്ലോ ചാർട്ട് ഇതാണ്. ഡബിൾ സർക്കുലേഷൻ്റെ ഫ്ലോ ചാർട്ട്. അപ്പോൾ ഇത് വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഡബിൾ സർക്കുലേഷൻ. Make a diagrammatic sketch of human double circulation. Label the 3 associated organs and any one blood vessel. Associated organs ആരൊക്കെയാണ്? ഇവിടെ ഹാർട്ട്, ലങ്സ്, ബോഡി പാർട്സ്. ബ്ലഡ് വെസൽസിൽ മെയിനായിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? പൾമനറി വെയിൻ പറയാം, പൾമനറി ആർട്ടറി പറയാം, ഡോർസൽ അയോർട്ട പറയാം. നെയിം ദ 2 types of heart valves and mention their function. 2 ടൈപ്പ് ഹാർട്ട് വാൽവ്സ് ഏതൊക്കെയാണ്? ബൈകസ്പിഡ് വാൽവ് പറയാം, ട്രൈകസ്പിഡ് വാൽവ് പറയാം, ദെൻ സെമി ലൂണാർ വാൽവ്സ് പറയാം. ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വാൽവിൻ്റെ ഫംഗ്ഷൻ? പ്രിവെൻറ്റ് ദ ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ബ്ലഡ്. ആൻസർ ദ ഫോളോയിങ് ഇൻ എ ഫ്യൂ വേർഡ്സ്. സിഗ്നിഫിക്കൻസ് ഓഫ് പൾമനറി സർക്കുലേഷൻ ഇൻ മാൻ. പൾമനറി സർക്കുലേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഓക്സിജനേഷൻ ഓഫ് ബ്ലഡ്. ഫംഗ്ഷൻ ഓഫ് എറിത്രോസൈറ്റ്. എറിത്രോസൈറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. Pacemaker for a human heart. Pacemaker എന്താണ്? SA node. SA node will generate action potential for the working of heart. Normal blood pressure of human beings and its variation during hypertension. Normal blood pressure എന്താണ്? 120/80. Hypertension വരുമ്പോൾ 140/90. ബ്ലഡ് സെൽസിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. വിച്ച് among the above cell least possibly found when you observe a drop of blood? ഉണ്ടോ ക്വസ്റ്റ്യൻ? ലീസ്റ്റ് പോസിബിളി. അപ്പോൾ ഏറ്റവും കുറച്ച് ഉള്ളത് ഇതിൽ ആരാണ്? ബൈസോഫിലാണ് അല്ലേ. റൈറ്റ് 1 ഫംഗ്ഷൻ ഓഫ് എനി 2 ടൈപ്സ്. ഏതെങ്കിലും ഫംഗ്ഷൻ എഴുതാനാണ്. ന്യൂട്രോഫിലൊക്കെ ഫാഗോസൈറ്റിക് ആണ്, ഇസ്നോഫിൽസ് അലർജിക് റെസ്പോൺസിലുണ്ട്,
ബേസോഫിൽസ് സെക്രേറ്റ് ഹിസ്റ്റമൈൻ, സെറോട്ടോണിൻ. മോണോസൈറ്റ് അതുപോലെ ഇമ്മ്യൂൺ റെസ്പോൺസിലുണ്ട്, ഫാഗോസൈറ്റിക് ആണ്. കാറ്റഗറൈസ് ദ WBC ബേസ്ഡ് ഓൺ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് പ്രോട്ടീൻ ഗ്രാന്യൂൾസ്. ഗ്രാനുലോസൈറ്റും എഗ്രാനുലോസൈറ്റും. ഏതൊക്കെയാണ് ഗ്രാനുലോസൈറ്റ്, ഏതൊക്കെയാണ് എഗ്രാനുലോസൈറ്റ്സ്? ന്യൂട്രോഫില്, ഇസ്നോഫില്, ബേസോഫിൽ, ഇത് 3 ഗ്രാനുലോസൈറ്റാണ്. മോണോസൈറ്റും ലിംഫോസൈറ്റും എഗ്രാനുലോസൈറ്റാണ്. Due to developmental abnormality, the wall of left ventricle of an infant's heart has the same thickness as that of right ventricle. What would be its specific effect on circulation of blood? ഇപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? ഇപ്പോൾ സാധാരണ രീതിയിൽ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഭിത്തിക്ക് ഇച്ചിരി റൈറ്റ് വെൻട്രിക്കിളിനേക്കാളും കനം കൂടുതലായിരിക്കും. എന്നാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പറ്റി? ലെഫ്റ്റിനും റൈറ്റിനും ഒരേ തിക്നെസ്സാണ്. അപ്പോൾ റൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ബ്ലഡ് പമ്പ് ചെയ്ത് ലങ്സിന് കൊടുത്താൽ മതി, അപ്പോൾ അത്രയ്ക്കും സ്ട്രെയിൻ ഇല്ല. എന്നാൽ ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബ്ലഡ് പമ്പ് ചെയ്ത് എല്ലാ ബോഡി പാർട്സിലും എത്തിക്കണം. അപ്പോൾ അത് നല്ല തിക്ക് മസിൽസ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കാം? ആ ഒരു പമ്പിങ് പ്രഷർ എന്ത് ചെയ്യാം? കുറയാം. ഇത്രയുമാണ് ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ്. അപ്പോൾ നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.